കേട്ടിട്ട് തന്നെ പേടിയാവുന്നു. സ്റ്റോറി പോലെ കോഡ് പഠിച്ചു വെച്ചിട്ട് എക്സാം എഴുതാൻ പോകുന്നു. എക്സാമിന് വേണ്ടി മാത്രം ഞങ്ങൾക്ക് പഠിപ്പിച്ചാൽ മതി, ബാക്കി ഞങ്ങൾക്ക് വേണ്ട. എന്ത് വില കൊടുത്ത് ലാംഗ്വേജ് പഠിക്കണം, എങ്ങനെയും ജർമ്മനിയിൽ എത്തണം. നമുക്കവിടെ ഫ്രണ്ട്സിനെ കിട്ടത്തില്ല, നമുക്കവിടെ അക്വൈൻറ്റൻസസ് ഒന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. ലാംഗ്വേജ് ലേണിംഗ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം. നമ്മുടെ അൽഫോൻസ ഫോറിൻ ലാംഗ്വേജ് അക്കാഡമി 8 വർഷം പൂർത്തിയായി 9ാം വർഷത്തിലോട്ട് കടന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് തന്നെയുള്ള ഒരു ജേർണി ആയിരുന്നു ഈ കാലം അത്രയും. അപ്പോൾ പുറകോട്ട് ചിന്തിക്കുമ്പോൾ ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട് അല്ലേ. നമ്മുടെ ഈ ഒരു യാത്രയിൽ കൂടെ നിന്നവർ, പ്രത്യേകിച്ച് സ്റ്റുഡൻസിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ആ തുടക്കകാലത്തുള്ള ആ ഒരു ടീച്ചിങ് മെത്തേഡും അതുപോലെ തന്നെ ലേണിംഗ് മെത്തേഡും ഇപ്പോഴത്തെ ആ ഒരു ലേണിംഗ് മെത്തേഡും തമ്മിൽ ഒരുപാട് വ്യത്യാസം എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. അവരുടെ ആ ഒരു ലാംഗ്വേജ് പഠിച്ചെടുക്കാനായിട്ട് അവരിടുന്ന ആ ഒരു എഫേർട്ടിൻ്റെ കാര്യത്തിൽ അങ്ങനെ സാറിന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായും. ഇപ്പം അത് പറയുന്നതിന് മുന്നേ തന്നെ ലാംഗ്വേജ് പഠിച്ചു തുടങ്ങിയ ഒരു സമയം പറയണം. 2011 ഞാൻ ലാംഗ്വേജ് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് പഠിച്ചുകൊണ്ടിരുന്ന ഒരു മെത്തേഡും കാര്യങ്ങളും അല്ല ഇപ്പോൾ ജനറലി പോയിക്കൊണ്ടിരിക്കുന്നത്. എൻറ്റയർലി ഡിഫറെൻ്റ് ആയി. അപ്പോൾ ഇതിനനുസരിച്ച് നമ്മൾ ഒരുപാട് മാറിയിട്ടുണ്ട്. മിഷനെ അറിയായിരിക്കുമല്ലോ, നമ്മൾ പഠിപ്പിക്കുന്ന മെത്തേഡ്സിലും നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്സും എല്ലാം ഒരുപാട് മാറിയിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഈ 2019 നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന, ഓഫ്ലൈനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വർഷം. തീർച്ചയായും അന്ന് ഒരുപാട് സ്റ്റുഡൻസിൽ നിന്ന് തുടങ്ങിയതാണ് നമ്മൾ. അതെ അന്ന് വളരെ ഒരു ചലഞ്ചിങ് ആയിരുന്നു ആ ഒരു ഡിസിഷൻ എടുത്ത് സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു തോന്നലും നമ്മൾ അതിന് വേണ്ടിയിട്ട് എഫേർട്ടും കാര്യങ്ങളും. അതിൽ നിന്ന് നമ്മൾ ഉരുത്തിരിഞ്ഞ് ഇപ്പം 400 എന്ന് പറയുന്ന നമ്പറിലേക്ക് എത്തുന്നതിൻ്റെ പിന്നിലെ പ്രധാന കാരണം ഒരു തീരുമാനം തെറ്റായില്ല അല്ലേ? ഒരിക്കലും ആയിട്ടില്ല. കാരണം ഇത് ഒരുപാട് പേരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ അത് ഉപകരിച്ചു എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും എൻ്റെയും നമ്മുടെയും വിശ്വാസം. പഠിത്തത്തിൻ്റെ രീതി നോക്കുകയാണെങ്കിൽ അന്ന് വന്നുകൊണ്ടിരുന്ന കൂടുതലും പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. നഴ്സസ് ഒരുപാട് പേര് വന്നുകൊണ്ടിരുന്ന സമയമാണ്. അത് കഴിഞ്ഞിട്ടാണ് ഈ കഴിഞ്ഞൊരു 4-5 വർഷം കൊണ്ട് +2 കഴിഞ്ഞിട്ട് നേരെ ഹൗസ് ബിൽഡിംഗ് പഠിക്കാൻ പോകാൻ വേണ്ടിയിട്ട് കുട്ടികൾ വന്നു തുടങ്ങുന്നു. അത് ഈ ഒരു കഴിഞ്ഞ 4-5 വർഷമായിട്ടുള്ള ഒരു ട്രെൻഡാണ്. ഇത് അന്ന് 2011 ജർമ്മൻ ലാംഗ്വേജ് ഒരു ട്രെൻഡേ അല്ല. ഈ കഴിഞ്ഞ ഒരു 8 വർഷം 9 വർഷത്തിലാണ് ഇത് ട്രെൻഡ് ലൈനിലേക്കാണ് പോലും എത്തുന്നത്. ട്രെൻഡ് വന്നപ്പോഴത്തേനും പഠിക്കുന്ന മെത്തേഡ് മാറി. പണ്ട് ആൾക്കാർ ഭാഷ നന്നായിട്ട് സംസാരിക്കാൻ വേണ്ടി പഠിക്കുന്നതായിരുന്നെങ്കിൽ ഇപ്പോൾ എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡായിട്ടാണ്. എന്തൊക്കെ പരിപാടികളാണ്, എനിക്ക് കേട്ടിട്ട് തന്നെ പേടിയാവുന്നു. കോഡ് പഠിത്തം, എന്തോ സ്റ്റോറി പോലെ കോഡ് പഠിച്ചു വെച്ചിട്ട് എക്സാം എഴുതാൻ പോകുന്നു. ആലോചിച്ചിട്ട് പോലും ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അങ്ങനത്തെ ഒരു സിസ്റ്റത്തിലേക്ക് എങ്ങനെ പാസ്സാവാൻ പറ്റുമെന്നൊക്കെയുള്ളത്. അതായത് എക്സാം ജസ്റ്റ് എങ്ങനെ ക്ലിയർ ചെയ്യാം എന്നുള്ളൊരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. ഇവരാരും ആ ഒരു ജർമ്മനി ചെന്ന് സർവൈവ് ചെയ്യണം, ഈ ലാംഗ്വേജ് കൊണ്ടേ രക്ഷയുള്ളൂ, ലാംഗ്വേജ് ഉണ്ടെങ്കിലേ കമ്മ്യൂണിക്കേഷൻ പോകുന്നുള്ളൂ എന്നുള്ളൊരു ചിന്തയിലല്ല പഠിക്കുന്നതെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. വിഷമം നിറഞ്ഞൊരു കാര്യമാണ്. അത് ഒരുപാട് വിഷമം ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് ജർമ്മൻസുമായിട്ട് ഇപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ അവരും പറയുന്നൊരു പ്രധാന ഒരു കൺസേൺ ഇത് തന്നെയാണ്. ഈ ലേണിംഗ് മെത്തേഡിൽ വന്നിട്ടുള്ള ഒരു പ്രശ്നം. അതായത് ആത്മാർത്ഥമായിട്ട് ലാംഗ്വേജ് പഠിച്ച് എന്നുവെച്ചാൽ ലേണിംഗ് ആസ് സച്ച് ഒരു ബോറിംഗ് പരിപാടിയാണ് അല്ലെന്ന് പറയാൻ പറ്റുമോ? സത്യമാണ്. പ്രത്യേകിച്ച് ഒരു ലാംഗ്വേജ് എന്ന് പറയുമ്പോഴത്തേനും ടൈം കൺസംഷൻ ഒരുപാട് വേണ്ടുന്ന ഒരു ഫാക്ടറാണ്. അതായത് ടൈം കൺസ്യൂം ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ റീഡിങ് ബുക്ക് വായിക്കുക എന്ന് പറയുന്നത് നമ്മൾ എവിടെയെങ്കിലും ഇരുന്ന് ഒരിടത്ത് അച്ചടക്കത്തോടു കൂടി തന്നെ വായിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ലിസണിങ്, അതിന് വേണ്ടിയിട്ട് നമ്മൾ പോഡ്കാസ്റ്റുകൾ കേൾക്കുക, അതുപോലെ തന്നെ പല പല ആക്ടിവിറ്റീസ്, മൂവീസ് കാണുക, കാർട്ടൂൺസ്. ഇപ്പോൾ പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർത്തെ, റീഡിങ്ങിൻ്റെ കാര്യം. ഈ വായനാശീലം എന്ന് പറയുന്നത് ഇല്ലാത്തതിൻ്റേതായിട്ടുള്ള ഒരു കുറച്ച് പ്രശ്നങ്ങൾ ഇപ്പോഴത്തെ പിള്ളേരിൽ ഉണ്ടെന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. റീഡിങ്ങിൽ നിന്ന് ഒരുപാട് നോളജ് കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് ബേസിക് ആയിട്ടുള്ള മാനേഴ്സും ഒക്കെ ഇതിൽ നിന്നുമാണ് വരിക. അതിനകത്ത് പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികളെ അടച്ചാക്ഷേപിക്കുകയല്ല, അവർക്ക് ഒരുപാട് കഴിവുകളുണ്ട്. അതായത് ഇപ്പോഴത്തെ ടെക്നോളജി അവർ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ടെക്നോളജിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം, എന്ന കഴിവ് ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ അവരുടെ ഓരോ കാണിക്കുന്ന ഓരോ ടാലന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പം നമ്മളൊക്കെ മിഴിച്ച് നിന്ന് പോകും. ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള ഒരു ജനറേഷനാണ് ഇപ്പോഴത്തെ സ്റ്റുഡൻസ് എന്ന് പറയുന്നത്. അതെ ഈ AI അവർ ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി കാണിക്കുന്ന ഒരു, പക്ഷേ അതിന് അതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കെല്ലാം ക്യാപ്സ്യൂൾ പരുവത്തിൽ കിട്ടും, പെട്ടെന്ന് ആൻസേഴ്സിലേക്ക് എത്താൻ പറ്റും. പക്ഷേ റീഡിങ്ങിന് അത് ക്യാപ്സ്യൂളായിട്ട് കിട്ടിയതുകൊണ്ട് കാര്യമില്ല, ചിന്തിക്കേണ്ട ഒരു സാഹചര്യം അവർക്ക് കിട്ടുന്നില്ല. അതെ. അപ്പം അത് ആണ് ഈ ക്രിയേറ്റീവ് ആയിട്ടുള്ള ലേണിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഈ ഫുൾ ലേണിംഗ് പ്രോസസ്സിനെ തന്നെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അത് ജർമ്മനിയിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാലും നിസ്സാരമായിട്ട് ഒരു ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്, അല്ലെങ്കിൽ അവരെന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ്റെ പ്രൊഫഷനെ ഒന്ന്
ഒരു 4-5 സെൻറ്റൻസിൽ എക്സ്പ്ലെയിൻ ചെയ്യാമോ? നേരെ മറിച്ച് ഈ വക ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ വളരെയധികം ഫാസ്റ്റായിട്ട് മഗപ്പ് ചെയ്തിട്ടുള്ള ഉത്തരങ്ങൾ പറയും. പിന്നെ അതുപോലെ തന്നെയാണ് ഇപ്പോൾ സാർ ഇപ്പോൾ പറഞ്ഞപ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെ ആ ഒരു കാര്യം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പോഴത്തെ സ്റ്റുഡൻസ് കൂടുതലായിട്ടും ഒറ്റവാക്കിൽ ഉത്തരം പറഞ്ഞ ആ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ അവസാനിപ്പിക്കാം, ഒരു സേഫ് സോണിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അല്ലേ. എന്ന് വെച്ചാൽ കൂടുതലായിട്ടും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് അവരുമായിട്ട് ഒരു കോൺവെർസേഷൻ, ഫ്രണ്ട്ലി ആയിട്ടൊരു കോൺവെർസേഷൻ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല. ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ആവും, ഇടയ്ക്ക് വെച്ചെന്നല്ല തുടക്കത്തിൽ തന്നെ ബ്രേക്ക് ആവും. കാരണം ഇവരുടെ ആൻസേഴ്സ് എല്ലാം ഈ പറഞ്ഞ പോലെ ക്യാപ്സ്യൂൾ രീതിയിൽ ഒറ്റവാക്കിൽ ആൻസേഴ്സ് ആണ്. നമുക്കതിനെ കണക്ട് ചെയ്തുകൊണ്ടൊന്ന് കൊണ്ടുപോകാനായിട്ട് ബുദ്ധിമുട്ടാണ്. അത് ലാംഗ്വേജ് ട്രെയിനേഴ്സ് എന്നുള്ള രീതിയിൽ ശരിക്കും എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അതുതന്നെയാണ് മിസ് ഒരു പക്ഷേ ചിന്തിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 8-9 വർഷമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള ട്രാൻസിഷൻ. 2019 നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അന്നത്തെ ആ ഒരു സ്റ്റുഡൻസിൻ്റെ അപ്രോച്ചും ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പാതിരാത്രിയിലൊക്കെ കുത്തിയിരുന്ന് പഠിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എക്സാമിനെ വേണ്ടിയിട്ടല്ല, എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളതായിരുന്നു അവരുടെ രാവിലാതി. ഇന്ന് നേരെ മറിച്ച് എക്സാമിന് വേണ്ടി മാത്രം ഞങ്ങൾക്ക് പഠിപ്പിച്ചാൽ മതി, ബാക്കി ഞങ്ങൾക്ക് വേണ്ട, ആ ഒരു അപ്രോച്ചാണ്. അപ്പം അത് ആസ് എ അല്ലേ, നമ്മൾ വളരെ പാഷനേറ്റ് ആയിട്ട് ടീച്ചിങ് ലൈൻ തിരഞ്ഞെടുത്ത ആൾക്കാരാണ് നമ്മൾ രണ്ടുപേരും. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോഴത്തേനും ആ കാര്യത്തിൽ ചെറിയ വിഷമമുണ്ട്. പക്ഷേ ദേ ആർ ഡൂയിങ് ഇറ്റ്. അവരുടേതായിട്ടുള്ള എല്ലാ എഫേർട്ടും ഇടുന്നുണ്ട്. ഇതിനകത്ത് തന്നെ എല്ലാവരും മോശക്കാരാണെന്നല്ല, നല്ല രീതിയിൽ പഠിക്കുന്ന ആൾക്കാരും ഉണ്ട്, ഇപ്പോഴും അതേ രീതി അവലംബിക്കുന്നവരുണ്ട്. ഇനി അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഈ ലാംഗ്വേജ് അപ്ലൈ ചെയ്ത് ജർമ്മനിയിലത്തെ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാം, ലാംഗ്വേജിൻ്റേതായിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും ഞാൻ ലാംഗ്വേജിൽ എനിക്ക് പോരായ്മകളുണ്ട്, പക്ഷേ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ട് എങ്കിൽ ആ ലാംഗ്വേജിനെ അത്രയും ഇഷ്ടത്തോടെ പഠിച്ചത് കൊണ്ടും ജർമ്മനിയിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് ഞാൻ ഈ ലാംഗ്വേജ് പഠിച്ച കാര്യങ്ങളൊന്ന് പറയാം. ഞാനും ഒട്ടുമിക്ക സ്റ്റുഡൻസിനെയൊക്കെ പോലെ ക്ലാസ്സിൽ ഇങ്ങനെ പമ്മിയിരിക്കുന്ന ഒരാളായിരുന്നു. പിന്നെ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ആ ഒരു പമ്മിയിരിക്കലും കൊണ്ട് പ്രത്യേകിച്ച് രക്ഷയൊന്നും ഇല്ല. നമ്മൾ ആക്റ്റീവായിട്ട് സ്മാർട്ടായിട്ട് സംസാരിക്കുന്നു, നമ്മുടെ ഒരു പ്രസൻസ് എവിടെയെങ്കിലും ഒന്ന് ഇടിച്ചു നിന്ന് കാണിക്കാൻ പറ്റിയാൽ മാത്രമേ നമുക്ക് എവിടെയെങ്കിലും ഒരു വിലയുള്ളൂ എന്നുള്ളത് ഒരു പോയിന്റ് എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി. ആ ഒരു തിരിച്ചറിവിൽ നിന്നാണ് എന്ത് വില കൊടുത്ത് ലാംഗ്വേജ് പഠിക്കണം, എങ്ങനെയും ജർമ്മനിയിൽ എത്തണം, ഈ ലാംഗ്വേജിൽ എന്തെങ്കിലും ആവണം എന്നൊക്കെയുള്ള ഒരു ചിന്ത വന്നത് എൻ്റെ സാഹചര്യങ്ങളും എൻ്റെ ചില തിരിച്ചറിവുകളും കൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ ജർമ്മനിയിൽ എത്തിക്കഴിഞ്ഞിട്ടാണെങ്കിലും ഞാൻ പ്രൊഫഷൻ നേഴ്സാണല്ലോ, അപ്പോൾ പിന്നെ നേഴ്സിംഗ് ഫീൽഡിലാണെങ്കിലും എനിക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും എൻ്റെ കൊളീഗ്സ് ഒക്കെ ആയിട്ടാണെങ്കിലും നല്ല രീതിയിൽ മിങ്കിൾ ചെയ്യാൻ പറ്റിയതുമൊക്കെ ലാംഗ്വേജ് ഉള്ളത് കൊണ്ട് മാത്രമാണ്. ഞാനിപ്പോഴും എൻ്റെ ക്ലാസ്സിലിരിക്കുന്ന സ്റ്റുഡൻസിനോട്, പ്രത്യേകിച്ച് നേഴ്സുമാരാണെങ്കിൽ ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ നന്നായിട്ട് പണി ചെയ്യുന്ന ആൾക്കാരായിരിക്കും, വേണം ഉടായ്പില്ലാതെ നല്ല രീതിയിൽ പണിയൊക്കെ ചെയ്തു പോകണം. പക്ഷേ നല്ല രീതിയിൽ ജോലി ചെയ്യുമെങ്കിലും നമ്മൾ ഒരു മനുഷ്യനോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, ആരോടും സംസാരിക്കത്തില്ല, പോകുന്നു, ജോലി ചെയ്യുന്നു, തിരിച്ചു വരുന്നു, അങ്ങനത്തെ ഒരു സിസ്റ്റമാണ്. ഇപ്പൊ ഈ പറയുന്ന ഒരു സോ കോൾഡ് വേർഡ് ഉണ്ടല്ലോ, ഇൻട്രോവേർട്ടാണ് ആള്, കുറച്ച് പമ്മി നിൽക്കുന്ന ആളാണ്. അതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല. നിങ്ങൾ സംസാരിക്കണം, ആൾക്കാരുമായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് ഇടപെട്ടാൽ മാത്രമേ നിങ്ങളെ അവിടെ ഇഷ്ടമാകത്തുള്ളൂ. ജർമ്മൻസിന് അറിയാലോ, സാറ് ഓൾറെഡി ജർമ്മനിയിലായിരുന്നു, അവർക്ക് ആക്റ്റീവായിട്ട് നിൽക്കുന്നവരെ മതി. അപ്പം ജോലി ചെയ്യുക എന്നുള്ളതും അതിനേക്കാൾ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ശരിക്കും ഞാൻ അങ്ങനെ ഒരു ഇൻട്രാക്ഷൻ, അത്രയൊരു കമ്മ്യൂണിക്കേറ്റീവായിട്ട് ടോക്കറ്റീവായിട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് പേഴ്സണലി. ഇൻട്രാക്ഷൻ്റെ കാര്യം പറയുമ്പോഴാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേണിങ്ങിന് വേണ്ടിയിട്ട് ഒരു പക്ഷേ ഞാനിട്ട മെത്തേഡുകൾ അതിനകത്ത് എനിക്ക് ജസ്റ്റ് ഒന്ന് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. കാരണം ഞാൻ ജർമ്മനിയിലേക്ക് മാസ്റ്റേഴ്സ് പഠിക്കാനാണ് പോകുന്നത് 2012. അന്ന് അപ്പോൾ ലാംഗ്വേജ് പഠിച്ചിട്ടാണോ ജർമ്മനിക്ക് പോകുന്നത്? ഞാൻ ലാംഗ്വേജ് ബേസിക് എന്നുവെച്ചാൽ മാസ്റ്റേഴ്സിന് പോകുന്ന എല്ലാവരും ഒരു A1 കഴിഞ്ഞിട്ട് പോകാന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലാണ് ഞാനും. അതേ ഒരു മണ്ടത്തരം എന്ന് ഇപ്പം ഞാൻ പറയും, കാരണം എനിക്ക് അവിടെ ചെന്ന് കിട്ടിയപ്പോൾ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നത്. A1 വെച്ചിട്ട് ഞാൻ ജർമ്മനിയിലേക്ക് കയറി പോകുന്നു പറഞ്ഞാൽ ബാക്കി ജർമ്മനിയിൽ എത്തിയിട്ട് പഠിക്കാമല്ലോ, ആ ഒരു മെൻറ്റാലിറ്റിയിലാണ് ചിന്തിക്കുന്ന പോലെ തന്നെ. പക്ഷേ അതിൻ്റേതായിട്ടുള്ള ഡിഫിക്കൽട്ടീസ് വരുന്നത് പിന്നീടാണ്, വർഷങ്ങളിലാണ് അതിൻ്റെ ബുദ്ധിമുട്ട് വരുന്നത്. A1 കഴിഞ്ഞിട്ട് ഞാനവിടെ എത്തിക്കഴിഞ്ഞപ്പോഴും എൻ്റെ ഒരു സീനിയർ അന്ന് എനിക്ക് ഗൈഡൻസ് തന്നു. പുള്ളി പറഞ്ഞിരുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒറ്റ മലയാളികളും ഇന്ത്യൻസും ആരുമായിട്ടും കമ്പനി വിടാൻ പോയേക്കരുത്, ഫുൾ ടൈം ജർമ്മൻസിൻ്റെ ഒപ്പം സമയം ചെലവഴിക്കാറുള്ളൂ. ഇപ്പോഴത്തെ പിള്ളേർ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. അവർ ചെന്ന് കഴിഞ്ഞാലും ഫ്രണ്ട് സർക്കിൾ എന്ന് പറയുന്ന മുഴുവൻ
മലയാളീസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ലാംഗ്വേജിലൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുന്നില്ല. ഇവർക്ക് ജർമ്മൻ സർക്കിള് അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് അവർക്ക് വളരെ അപ്പോൾ കുറവാണ്. ഒരു ലാംഗ്വേജ് ലേണിങ്ങിന് ഒരു ടിപ്പ് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര ഇവിടെ നിന്ന് പഠിച്ചെന്ന് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ അവിടെ എത്തിക്കഴിയുമ്പോൾ വി ആർ അഗെയിൻ സീറോ. കാരണം നമ്മൾ ക്ലാസ്സിൽ കേട്ടതും പറഞ്ഞതും ഒന്നും അല്ല അവിടെ എക്സ്പീരിയൻസിലേക്ക് എത്തുമ്പോഴത്തേക്കും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ അവിടെ ചൂസ് ചെയ്തത് പോലും. അതായത് പരമാവധി ഇന്ത്യൻസിനെ മാറ്റി നിർത്തുക. അന്ന് ഞാൻ പോകുന്ന സമയത്ത് ട്രെൻഡ് അല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടല്ലോ. അപ്പോൾ ഞാൻ ചെല്ലുന്ന യൂണിവേഴ്സിറ്റി ഞാനായിരുന്നു ആദ്യത്തെ മലയാളി. എൻ്റെ സീനിയേഴ്സ് ആയിട്ടുണ്ടായിരുന്ന ആൾക്കാരുണ്ടായിരുന്നു, മലയാളികളെ തട്ടിയിട്ട് നടക്കാൻ വരാം. ആ ലെവലിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് പോകുന്നുണ്ട്, വിച്ച് ഇസ് ഗുഡ്. നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ്. ജർമ്മനി എന്ന് പറയുന്ന ഒരു ഫ്രീ എഡ്യൂക്കേഷൻ നൽകുന്ന ഒരു രാജ്യമാണെന്നും ആ ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നു. അപ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ, A1 എന്ന് പറയുന്ന ബേസ് ലെവൽ പഠിച്ചിട്ട് ജർമ്മനി ചെന്നു, ഫ്രണ്ട് സർക്കിൾ എല്ലാം ജർമ്മൻസിനെ ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു സമയത്ത് ഇവരുമായിട്ട് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ലാംഗ്വേജ് ഉണ്ടായിരുന്നോ? ഒന്നുമില്ല. പിന്നെ നമ്മൾ അതല്ലേ നമ്മളുടെ ആ ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ A1 വെച്ച് ചെല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്കൊന്നും അറിയത്തില്ലേലും ഇവർ പറയുന്ന എന്തെങ്കിലുമൊക്കെ കേൾക്കുക. കുറച്ച് വാക്കുകളും പൊടി വാക്കുകളും ഒക്കെ നമുക്ക് കിട്ടും. ചിലപ്പോൾ അവരെന്തെങ്കിലുമൊക്കെ തമാശ പറയും, ഞാനും ഇരുന്ന് ചിരിക്കും, അവരും ഇരുന്ന് ചിരിക്കും. എനിക്കറിയാവുന്ന ജർമ്മൻ വെച്ച് ഞാൻ അറിയാവുന്ന മുറിവാക്കുകളൊക്കെ വെച്ച് നമ്മൾ എങ്ങനെയെങ്കിലും സംസാരിക്കും. അവരത് എങ്ങനെയെങ്കിലും കറക്റ്റ് ചെയ്ത് തരും, അത് ശരിയാക്കും. ഇത് ഒരു ലേണിംഗ് മെത്തേഡാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നീന്തൽ പഠിക്കാൻ രണ്ട് രീതിയുണ്ട്. ഒന്നെങ്കിൽ നമുക്ക് ബലൂൺ കെട്ടിയിട്ട് അങ്ങനെ നമുക്ക് നീന്തി പഠിക്കാം, അല്ലെ ട്യൂബ് കെട്ടിയിട്ടതിന് ശേഷം. അതല്ലാത്ത പക്ഷം നമ്മളെ വെള്ളത്തിൽ തള്ളിയിട്ട് വെച്ച് പഠിക്കുക. അത് കുറച്ച് വെള്ളം കുടിക്കും, പക്ഷേ ആ പഠന രീതിക്ക് ആരെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ ഈസി ആയിട്ട് പഠിച്ചു തീർക്കും. ആ ഒരു മെത്തേഡായിരുന്നു എൻ്റെ ലേണിംഗ് മെത്തേഡ്. കാരണം ഐ ഫൗണ്ട് ഇറ്റ് റിയലി ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഹെൽപ്ഫുൾ. ഇന്ന് പലരും ചെയ്യാൻ മടിക്കുന്ന ഒരു കാര്യവും ഇതാണ്. അതിൻ്റെ പേരിൽ പലർക്കും ഇപ്പോഴും വർഷങ്ങളായിട്ട് ജർമ്മനിയിലുള്ള ആളുകളുണ്ട്, ലാംഗ്വേജ് നന്നായിട്ട് കൈകാര്യം ചെയ്യാത്തതായിട്ടുള്ള ആളുകൾ. പ്രധാനമായിട്ടും അവർ ഈ ഒരു ബോക്സിൽ നിന്ന് പുറത്തു വരുന്നില്ല എന്നുള്ളതാണ്. എപ്പം പുറത്തു വരുന്നോ അന്നേരം ലാംഗ്വേജ് ലേണിംഗ്. പിന്നെ ലാംഗ്വേജ് പഠിക്കുന്നതെല്ലാം ജർമ്മനി തന്നെയായിരുന്നോ? ജർമ്മനിയിലാണോ ലാംഗ്വേജ് ലെവലുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തത്? ഞാൻ ജർമ്മനിയിലാണ് മറ്റ് ലെവലുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തത്. ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത് ഇതാ, എപ്പോഴാണ് ലാംഗ്വേജ് വേണം എന്നുള്ളൊരു തിരിച്ചറിവ് വന്നത്? ലാംഗ്വേജ് വേണം എന്നുള്ള തിരിച്ചറിവ് വരുന്നത് എൻ്റെ മാസ്റ്റേഴ്സ് കഴിയുന്ന ആ ഒരു ടൈം പീരീഡിൽ ഞാൻ ഒരുപാട് ജോലികൾക്ക് അതിന് മുന്നേ തന്നെ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ പറഞ്ഞില്ലേ ജർമ്മൻസിനോടൊപ്പം തന്നെ സമയം ചെലവഴിക്കുന്നു. പക്ഷേ ആ സംസാരത്തിൽ അത്ര ഫ്ലുവൻസിയും കറക്ഷനും കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. പ്രധാനമായിട്ടും വന്നത് എൻ്റെ A1 ബേസിക് ലെവൽസ് ഞാൻ കുറച്ച് ഉഴപ്പിയാണ് പഠിച്ചത്. കാരണം എല്ലാവരും പോലെ മാസ്റ്റേഴ്സിന് പോകുന്ന ഒരാളാണല്ലോ, ലാംഗ്വേജ് വേണ്ടല്ലോ, അവിടെ ചെന്നിട്ട് പഠിക്കാമല്ലോ. അപ്പം വളരെ ഉഴപ്പി തന്നെ പഠിച്ചു. അപ്പം അതുകൊണ്ട് ബേസിക്സ് എന്നും തെറ്റിക്കൊണ്ടിരുന്നു. പറയുന്ന സെന്റൻസ് ഒരുപാട് വൊക്കാബുലറി അറിയാം, കാര്യങ്ങളെല്ലാം പറയും. നമ്മുടെ ഒരു അടിസ്ഥാനം കറക്റ്റ് ആണെങ്കിൽ മാത്രമേ എത്ര ലെവൽ വരെ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മളൊരു വീട് വെക്കുകയാണെങ്കിലും തറ കെട്ടുന്നത് പ്രോപ്പർ ആയിരിക്കണം, അല്ലെങ്കിൽ അതെന്തെങ്കിലും തകർന്നു വീഴും എന്ന് പറയുന്ന പോലെയാണ്. ഒരു വിത്ത് പാകി ഒരു മരം പൊട്ടി മുളച്ച് വരുന്നത് പോലെ അത്ര നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു മരമാകണമെങ്കിൽ വിത്ത് പാകുന്നത് പ്രോപ്പർ ആയിരിക്കണം എന്ന് പറയുന്ന പോലെ. ഈ അടിസ്ഥാനം കറക്റ്റ് അല്ല എങ്കിൽ ഏത് ലെവൽ വരെ നമ്മൾ പഠിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും മിസ്റ്റേക്കുകൾ ഉണ്ടായിക്കൊണ്ട്. വൊക്കാബുലറി അത്യാവശ്യം നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ഞാൻ. കാരണം വൊക്കാബുലറി കൂട്ടുക എന്നുള്ള ഒരു രീതി എനിക്ക് നേരത്തെ തന്നെ മനസ്സിലായി. വൊക്കാബുലറി മാക്സിമം കൂട്ടുക, പക്ഷെ ഗ്രാമർ അടിസ്ഥാനത്തിൽ തെറ്റുന്നു. അന്നേരമാണ് എൻ്റെ ജൂനിയറായിട്ട് വരുന്ന നമ്മുടെ ഒരു ഫ്രണ്ട്, ഇപ്പോഴും നല്ലൊരു സുഹൃത്താണ്. അപ്പം അതിന് എനിക്ക് ഇപ്പോഴും താങ്ക്സ് പറയാനുള്ളത് ബെന്നിനോടാണ്. ബെന്ന് ഇപ്പോഴും ജർമ്മനിയിലാണ്. പുള്ളി അന്ന് ബെന്നിന്റെ കല്യാണത്തിനല്ലേ നമ്മൾ പോയത്? ഉറപ്പായിട്ടും അന്ന് നമ്മൾ ഒന്നിച്ച് പോയിരുന്നു. അപ്പം ബെന്ന് ലൈക്ക് വെരി സിമ്പിൾ ഗായ്. പുള്ളി ഒരുപാട് ഫണ്ടമെന്റൽസ് അസിസ്റ്റ് ചെയ്ത് ഹെൽപ്പ് ചെയ്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി പഠിച്ചിട്ടാണ്, പുള്ളി A to B1 ഒക്കെ കഴിഞ്ഞിട്ടാണ് നാട്ടിൽ നിന്ന് കയറിയത്. ആൻഡ് ഈസ് എ വെരി ഗുഡ് ലേണർ. നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ പുള്ളി ഒരു പുലിയാണല്ലോ ലാംഗ്വേജിൽ. കാരണം ഫണ്ടമെന്റൽസ് എല്ലാം നല്ല രീതിയിൽ കൃത്യമായിട്ട് പറയുന്നു. അപ്പം ഞാനന്ന് B1 പഠിച്ചോണ്ടിരിക്കുക. B1 നിന്ന് ഞാൻ പിന്നെ വീണ്ടും A1 ടെക്സ്റ്റ് മേടിച്ച് വെച്ച് വീണ്ടും ഒന്നേന്ന് പഠിക്കാൻ തുടങ്ങി. കാരണം ഇത് ശരിയായില്ലെങ്കിൽ മുന്നോട്ടുള്ള സെന്റൻസുകളെല്ലാം തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ മനസ്സിലായി. പലപ്പോഴും പല ആൾക്കാരും ഇപ്പോൾ ചെയ്യാറില്ല. അതിൻ്റെ പേരിൽ അവരുടെ ലാംഗ്വേജ് സെൻറ്റൻസ് ബിൽഡിംഗ് എല്ലാം വളരെയധികം തെറ്റുണ്ടാകുന്നുണ്ട്. അതിനുശേഷം എനിക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനും എൻ്റെ മിസ്റ്റേക്സ് എവിടെ വന്നുകൊണ്ടിരുന്നു എന്നുള്ളതും എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അത് പിന്നെ ജോലിക്ക് വേണ്ടി വരുന്ന സമയത്ത് കുറച്ചുകൂടെ ഇംപ്ലിമെൻ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഉപകരിച്ചു. ഇതാണ് എൻ്റെ ലാംഗ്വേജ് ലേണിംഗ് എക്സ്പീരിയൻസ് ജർമ്മനിയിലുള്ളത്. ഒരു B2 ലെവൽ വരെ ക്ലാസ്സിൽ പഠിക്കുന്നത്. C1 പിന്നെ നമ്മൾ ഈ ഒരു പ്രൊഫഷനിലേക്ക് ഫുൾ ടൈം ആയതിനു ശേഷമാണ് C1 എടുക്കുന്നത്. C1 ആണെങ്കിലും അതിൻ്റെ ലേണിംഗ് എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു.
ആൾക്കാർ പഠിക്കുന്ന മെത്തേഡ്സും അതിനകത്ത് പഠിപ്പിക്കുന്ന മെത്തേഡ്സും എല്ലാം ഇറ്റ് വാസ് വെരി ഫണ്ടാസ്റ്റിക്. അത് സർട്ടിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ C2 വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ്. പക്ഷേ അതിനുള്ള സമയം എന്ന് വെച്ചാൽ പഠിപ്പിക്കണം, ക്ലാസ്സിൻ്റെ കാര്യങ്ങൾ, ഫാമിലി. ആ സമയത്താണ് നമ്മുടെ മൂത്ത മോളുണ്ടായി കിടക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് സാറ് C1 ഓൺലൈനായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഗ്യോതയിൽ. അപ്പോൾ ഇതാണ് ലേണിംഗ് എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ. എന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുമ്പം ലാംഗ്വേജ് നന്നായിട്ട് സംസാരിക്കാൻ പറ്റുക, നന്നായിട്ട് എനിക്ക് ഉപയോഗിക്കാൻ പറ്റുക. എൻ്റെ മനസ്സിലൊരു വാശി ഇതായിരുന്നു എപ്പോഴും. അതായത് നമ്മൾ സംസാരിക്കുമ്പം നമ്മളെ ആരും നിൻ്റെ ലാംഗ്വേജ് മോശമാണ് എന്ന് പറയരുത്. ഇത് എവിടെ നിന്ന് പഠിച്ചു, എങ്ങനെ പഠിച്ചു, നന്നായിട്ട് ലാംഗ്വേജ് സംസാരിക്കുന്നുണ്ടല്ലോ, ഈ ഒരു അപ്രീസിയേഷൻ കിട്ടുക എന്ന് പറയുന്നത് യു വിൽ ഫീൽ റിയലി ഗുഡ്. അതൊരു ചെറിയ കാര്യമല്ല. അത് നമ്മളവിടെ ചെന്ന് കഴിയുമ്പം ചിലപ്പോൾ കൊളീഗ്സിൻ്റെ അടുത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടാവും. ഉറപ്പായിട്ടും നീ നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. അത് തന്നെയായിരുന്നു കേട്ടോ എൻ്റെ ഒരു പിടിച്ചു നിൽക്കാനുള്ള ഒരു എന്താ പറയുക, ഒരു ഇഷ്ടം. എനിക്ക് അവിടെ എല്ലാ ദിവസവും ജോലിക്ക് പോകാനൊക്കെ ഉള്ളൊരു ഇഷ്ടം എന്ന് പറയുന്നത് ഈ ഒരു അപ്രിസിയേഷൻ തന്നെയാണ്. നീ നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് നമ്മളെ അവരെല്ലാത്തിലും കൂടെ കൂട്ടുന്നുണ്ടായിരുന്നു. നമ്മളെ മാറ്റി നിർത്തുന്ന ഒരു ഫീല് ഒരിക്കലും എനിക്കുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു വർക്ക് ചെയ്യാനായിട്ട് അവിടെ നേഴ്സായിട്ട്. സോ നമ്മൾ നമ്മുടെ ഓരോ എക്സ്പീരിയൻസുകൾ ക്രിസ്പായിട്ടാണെങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു. അപ്പം നമ്മളെ കാണുന്ന അല്ലെങ്കിൽ ജർമ്മനിക്ക് പോകാനായിട്ട്, ജർമ്മനിയിൽ കരിയർ ബിൽഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരോട്, സ്റ്റുഡൻസിനോട് എന്താ സാറിന് പറയാനുള്ളത്, കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്താ അവർക്ക്? പ്രധാനമായിട്ടും ഇപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്കും ഈ ഒരു ടോക്കിൽ നിന്ന് മനസ്സിലാക്കി കാണുമായിരിക്കും ലാംഗ്വേജിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്നുള്ളത്. ഈ പറഞ്ഞതെല്ലാം റിയൽ ലൈഫ് സ്റ്റോറീസാണ്. അവിടെ ചെന്ന് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ അനുഭവിച്ചതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അത് ഈ കുറച്ച് നേരം കൊണ്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. അത് വളരെ ക്രിസ്പായിട്ടേ പറഞ്ഞിട്ടുള്ളൂ. ഇതിനകത്ത് ഒരുപാട് കഥകളും കാര്യങ്ങളും ഇനി വരുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഒറ്റ കാര്യം മാത്രം ചിന്തിക്കുക, ജർമ്മനിയിൽ ലാംഗ്വേജ് ഇല്ലാണ്ട് ഒരു കാരണവശാലും പറ്റത്തില്ല. ഡെയിലി നമുക്ക് ഇപ്പോഴും കോൾസ് വരുന്നവരുണ്ട്, അവിടെ മാസ്റ്റേഴ്സ് കഴിയുന്നവർ അല്ലെങ്കിൽ പല കോഴ്സുകൾ കഴിഞ്ഞവർ, സ്പൗസ് വിസയിൽ പോയിട്ടുള്ള ആൾക്കാർ. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവർ ഇൻറ്റിഗ്രേറ്റ് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അതിൻ്റെ പിന്നിൽ ലാംഗ്വേജ് ഇല്ലാത്തതിൻ്റെ പേരിൽ അവർക്ക് നേരിടേണ്ടതായിട്ടുള്ള പല പല ഡിഫിക്കൽട്ടീസും. അപ്പോൾ ഈ ഒരു കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തമായിട്ട് ഞാൻ പറയുകയാണ്, ലാംഗ്വേജ് വിത്തൗട്ട് ലാംഗ്വേജ് ഇറ്റ്സ് എ നോ ഗോ. ഒരു കാരണവശാലും അങ്ങനത്തെ ഒരു ഓപ്ഷനെ പറ്റി ചിന്തിക്കുകയേ വേണ്ട. കാരണം നമുക്കവിടെ സർവൈവലില്ല, നമുക്കവിടെ ഫ്രണ്ട്സിനെ കിട്ടത്തില്ല, നമുക്കവിടെ അക്വൈൻറ്റൻസസ് ഒന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതെല്ലാം ഇറ്റ്സ് എ ബേസിക് പാർട്ട് ഓഫ് എ സൊസൈറ്റി. നമുക്കവിടെ സെറ്റിൽ ആവാനും ഇതെല്ലാം വളരെയധികം അത്യാവശ്യമാണ്. സോ അതിനാൽ ലാംഗ്വേജ് ലേണിംഗ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോട്ടെ.